ആശങ്കരായി എത്തിയിരിക്കുന്ന മറ്റു ബഹുമാന്യരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ഗുരുഭക്തരെ, പത്രദൃശ്യ മാധ്യമങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വീണ്ടും ഒരു ശിവഗിരി തീർത്ഥാടന കാലത്തിൻ്റെ ധന്യതയിലാണ് നാം. അനാചാരങ്ങളുടെ അന്ധകാരത്തിൽ അമർന്നു കിടന്ന മലയാള മണ്ണിനെ നവോത്ഥാന ചിന്തയുടെ വിളനിലമാക്കി മാറ്റിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. അന്തസ്സും അഭിമാനവും ചവിട്ടി അരയ്ക്കപ്പെട്ട ഒരു ജനതയുടെ വിമോചനം ആശയങ്ങളിലൂടെയും ആത്മീയതയിലൂടെയും നേടിയെടുത്ത ഗുരുദേവൻ ജാതി മത വർണ്ണ വർഗ വ്യത്യാസ ഭേദമില്ലേ, എല്ലാ മനുഷ്യരുടെയും സർവതോന്മുഖമായ പുരോഗതിക്കായി ആവിഷ്കരിച്ചതാണ് ശിവഗിരി തീർത്ഥാടനം. അനന്യമായ ഈ തീർത്ഥാടനം കേരളം ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികവും വ്യവസായവുമായ പുരോഗതിക്കായി ആഗോള നിക്ഷേപ സംഗമവും സമാന മറ്റ് പരിപാടികളും സംസ്ഥാന സർക്കാരുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. 93 വർഷം മുമ്പ് തീർത്ഥാടനം എന്ന ആശയം ആവിഷ്കരിക്കുമ്പോൾ ഗുരുദേവൻ നിർദ്ദേശിച്ച വിദ്യാഭ്യാസം, ശുചിത്വം, ഭക്തി, സംഘടന, കൃഷി, വ്യവഹാരം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം എന്നീ അഷ്ടലക്ഷ്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ നിക്ഷേപ സംഗമത്തിലൂടെ സാരാംശം കേന്ദ്രം സംസ്ഥാന സർക്കാരുകളും ഭാവിയിലെ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കാളികളായാൽ അത് രാജ്യത്ത് തന്നെ മാതൃകയാകും. മതാതീത ആത്മീയത എന്ന സങ്കല്പം മുന്നോട്ട് വച്ച് ശ്രീനാരായണ ഗുരുദേവ ദർശനം മത തത്വങ്ങൾക്ക് വിഘാതവുമല്ല. വിദ്യാലയം ദേവാലയമാകട്ടെ എന്ന് ചിന്തിച്ച മഹാഗുരുവിനെ സമർപ്പിക്കാവുന്ന ദക്ഷിണ കൂടിയാണ്. കേരളത്തെ നവോത്ഥാന ചരിത്രത്തിലെ നിർണായക ഏടുകളാണ് ആലുവ സർവമത സമ്മേളനം, വൈക്കം സത്യാഗ്രഹം, ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലും ഗുരുദേവനും രവീന്ദ്രനാഥ ടാഗോർ തമ്മിലുമുള്ള സംവാദങ്ങൾ. ഈ ചരിത്ര സംഭവങ്ങൾ നൂറ്റാണ്ടിലെത്തിയ കാലം കൂടിയാണെന്ന്. മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവൻ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് അതേ വർഷം തന്നെയായിരുന്നു വൈക്കം സത്യാഗ്രഹ ഭൂമിയിൽ ഗുരുവും എത്തിയത്. 1925 ഗുരുദേവൻ മഹാത്മാഗാന്ധി സമൂഹത്തിന് ശിവഗിരി വേദിയായി. ശിവഗിരി തീർത്ഥാടനം 3-ാം വർഷത്തിൻ്റെ പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. ഇനി വരുമ്പോൾ പോകുന്ന തീർത്ഥാടനങ്ങൾ കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്ക് ദിശാരൂപങ്ങളാകാൻ സാധിക്കും വിധം സംഘടിപ്പിക്കുവാൻ നമുക്കെല്ലാം ചേർന്ന് ശ്രമിക്കാം. ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ തപോഭൂമിയിൽ സവിശേഷമായ ദിനത്തിൽ എത്താനായത് തന്നെ ജന്മപുണ്യമായി ഞാൻ കരുതുന്നു. ജഗദീശന് നന്ദി. എല്ലാവർക്കും ഗുരുദേവ നാമത്തിൽ നന്മകളും പുതുവത്സ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ 93ാമത് ശിവഗിരി